ഹായ്, നിങ്ങളിൽ എത്ര പേർക്ക് ദീപ്തി കല്യാണി എന്ന് പറയുന്ന വ്യക്തിയെ അറിയാം? ഞാൻ അവരുടെ വീഡിയോസൊക്കെ ഇടയ്ക്കൊക്കെ ഇൻസ്റ്റാഗ്രാം റീൽസിലൊക്കെ കാണാറുണ്ട്. എനിക്കിഷ്ടമാണ്, കാണാനൊക്കെ ഇഷ്ടമാണ്. അവരുടെ പലരും ഭയങ്കരമായിട്ട് കളിയാക്കാറൊക്കെ ഉണ്ട്. ഡ്യൂപ്ലിക്കേറ്റ് നയൻതാര, അങ്ങനെയാണ് ഇങ്ങനെയാണ്, ഒരുപാട് പേര് അവിടെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, നയൻതാര പോലെ തന്നെ ഉണ്ട് കാണാനെന്നൊക്കെ പറയുന്നത്. അതിലൊന്നും ഞാൻ പറയുന്നില്ല. ഓരോരുത്തർക്കും ഓരോരുത്തരുടെ ഇഷ്ടവും കാര്യങ്ങളൊക്കെയാണ്. ഞാനൊരു വീഡിയോസ് കാണാറുണ്ട്, ഇഷ്ടമാണ്, റീൽസൊക്കെ ഇടയ്ക്ക് കാണാറുണ്ട്. ഒരുപാട് ക്യാരക്ടറുകളായിട്ടൊക്കെ ഒരു റീൽ ഇടയ്ക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, അമ്മയായും ചേച്ചിയായിട്ടൊക്കെ. അപ്പോൾ ആ റീലൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ട്രാൻസ്ജെൻഡറാണ് ആള്. ട്രാൻസ്ജെൻഡർ പലരും ഉണ്ട്. പലരും മേക്കപ്പ് ആർട്ടിസ്റ്റുകളുണ്ട്, സിനിമ അഭിനയിക്കുന്നവരുണ്ട്, വർക്ക് ചെയ്യുന്നവരുണ്ട്. ഒരുപാട് ട്രാൻസ്ജെൻഡർമാർ ഇപ്പോൾ നല്ല രീതിയിൽ മുന്നേറി വരുന്നുണ്ട്. അതൊക്കെ നല്ല കാര്യങ്ങളൊക്കെയാണ്. ഇവർ 8 മൂവി എന്തോ ചെയ്തിട്ടുണ്ടെന്നൊരു പഴയ ഒരു ഇന്റർവ്യൂവിൽ കൗമുദി ചാനലിലെ ഒരു ഇതിൽ പറയുന്നത് കേട്ടിട്ടുണ്ടായിരുന്നു. എനിക്കറിയില്ല, ഞാൻ കണ്ടിട്ടില്ല. ഇവർ അഭിനയിച്ച സിനിമകളൊന്നും ഞാൻ കണ്ടിട്ടില്ല. അവർക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളത് ടൊവിനോയുടെ കൂടെ ഒന്ന് അഭിനയിക്കണം എന്ന് ഇവർ പറയുന്നുണ്ട്. പിന്നെ അവരുടെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറയുന്നത് നയൻതാരയുടെ കൂടെ ഒരു സെൽഫി, എന്തെങ്കിലും ഒന്ന് നേരിട്ട് കാണണം, നയൻതാരയുടെ കൂടെ ഒരു സെൽഫി എടുക്കണം. ഇതൊക്കെ അവരുടെ വലിയ ഒരു ആഗ്രഹങ്ങളൊക്കെയാണ്. അവർ കൗമുദിയുടെ ആ പ്രോഗ്രാമിൽ പറഞ്ഞ കാര്യങ്ങളാണ്. അപ്പോൾ ഒരുപാട് പേര് ഈ ട്രാൻസ്ജെൻഡറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടല്ലോ. പക്ഷെ എനിക്ക് പേഴ്സണലായിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു വ്യക്തി എന്ന് പറയുന്നത് സീമ വിനീതാണ്. എനിക്ക് അവരെ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ പണ്ട് മുതലേ അവരുടെ വീഡിയോസൊക്കെ കാണാറുണ്ട്. ഭയങ്കര എനിക്കിഷ്ടമാണ്. എന്തോ എനിക്ക് അവരുടെ ഒരു പ്രത്യേക ഇഷ്ടം കൂടുതലുണ്ട്. അത് എന്താണെന്നുള്ളത് എനിക്കറിയില്ല. കാണുമ്പോഴത്തേക്ക് എനിക്ക് എന്തോ അവരുടെ രീതിയും അവരുടെ സംസാരവും അവരുടെ ഇതെല്ലാം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് എനിക്ക് അവരെന്ന് പറയുമ്പോൾ, സീമ വിനീത് എന്ന് പറയുമ്പോൾ എനിക്ക് പ്രത്യേക ഒരു താല്പര്യം ഇഷ്ടമൊക്കെയാണ്. ഒരുപാട് പേരുണ്ട്, ബാക്കിയുള്ളവർ ഞാൻ മോശം പറയുന്നതെന്നല്ല, പക്ഷേ എനിക്ക് അവരോട് കുറച്ച് ഇഷ്ടം കൂടുതലുണ്ട്, അത് മാത്രമേ പറയുന്നുള്ളൂ. ദീപ്തി കല്യാണിയുടെ ഒരു വീഡിയോ ഞാൻ കണ്ടു, അത് ഞാനിവിടെ കൊടുക്കാം. ഒരുമിച്ച് ഡ്രസ്സ് മാറി കഴിഞ്ഞാൽ എന്താ പ്രശ്നം? ഞാൻ ഇങ്ങനെ ഒരു ബ്രദർ ആയിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് അതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നില്ല. ഒരുമിച്ച് ഡ്രസ്സ് മാറിയതുകൊണ്ട് ഇപ്പൊ ഒരുമിച്ച് കിടന്നുകൊണ്ടും ഞാൻ തെറ്റ് പറയില്ല. ആങ്ങളും പെങ്ങന്മാരും കെടുക്കില്ല, അച്ഛനും മോളും കെടുക്കില്ല. അവിടെ തെറ്റായ ചിന്തകൾ അവർ 2 പേരിലും ഉണ്ടാവാതിരിക്കുകയാണെന്നുണ്ടെങ്കിൽ മാത്രമാണ്. എന്റെ ഭാഗത്ത് എന്തായാലും ഉണ്ടാവില്ല. കാരണം അച്ഛനായിട്ടും ആങ്ങളായിട്ടും ഫ്രണ്ടായിട്ടും ബോയ്ഫ്രണ്ടായിട്ടും എനിക്ക് കാണാൻ എനിക്കത് അറിയാൻ പറ്റും. അവർ പറയുന്നത് നിങ്ങൾക്ക് യോജിക്കാനായിട്ട് പറ്റുന്നുണ്ടോ? എല്ലാവരും അച്ഛൻ്റെയും അമ്മയുടെയും കൂടെ അവരുടെ ഒപ്പം കിടന്നു തന്നെയാണ് വളരുന്നത്, അവരുടെ നടുക്ക് കിടന്നു തന്നെയാണ് വളരുന്നത്. പക്ഷേ നമ്മളൊരു പ്രായപൂർത്തിയായി കഴിയുമ്പോൾ പെൺപിള്ളേരായാലും ആൺപിള്ളേരായാലും നമ്മൾ മാറ്റി കിടത്താറുണ്ട്, ഇല്ല എന്നല്ല. പക്ഷേ പ്രായപൂർത്തിയായ പെൺപിള്ളേർ ഡ്രസ്സ് മാറുമ്പോൾ അച്ഛൻ്റെ മുൻപിലോ അല്ലെങ്കിൽ സഹോദരങ്ങളുടെ മുൻപിലോ, അത് പെണ്ണായാലും ആണായാലും ശരി, സഹോദരങ്ങളുടെ മുൻപിലോ ആരും ചെന്ന് ഡ്രസ്സ് മാറാറില്ല. അത് ഒരിക്കലും സാധിക്കില്ല. ഇനി എത്ര വലിയ സ്നേഹമാണോ കാര്യമാണോ എന്ന് പറഞ്ഞിരുന്നാലും ചിലപ്പോൾ ഡ്രസ്സുകളൊക്കെ മാറ്റി ഇടുമായിരിക്കും, ടീഷർട്ടുകളും പാൻറ്റുകളൊക്കെ മാറ്റി ഇടും. പക്ഷെ എത്ര ഭയങ്കര സ്നേഹമെന്ന് പറഞ്ഞിരുന്നാലും ഒരു സഹോദരങ്ങളുടെ മുൻപിലും ഒരു അച്ഛൻ്റെ മുൻപിലും ഒരു പെൺപിള്ളേരും അല്ലെങ്കിൽ സ്ത്രീകളും ഡ്രസ്സ് മാറാറില്ല. അത് നിങ്ങൾ പറഞ്ഞതിനോട് എനിക്ക് ഭയങ്കരമായിട്ട് വിയോജിപ്പുണ്ട്. അതിന് എന്തൊക്കെ പറഞ്ഞിരുന്നാലും ഇത് കേൾക്കുന്ന ആരെങ്കിലും അല്ലെങ്കിൽ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഏതെങ്കിലും ഒരു സ്ത്രീ പറയൂ, ഞാൻ എൻ്റെ സഹോദരൻ്റെ ഒപ്പം ഡ്രസ്സ് മാറാറുണ്ട്, അല്ലെങ്കിൽ ഞാൻ എൻ്റെ അച്ഛൻ്റെ മുമ്പിൽ നിന്ന് ഡ്രസ്സ് മാറാറുണ്ടെന്ന് ആരെങ്കിലും പറയുമോ? അങ്ങനെ ഒരിക്കലും ചെയ്യില്ല. എത്ര വലിയ കാര്യമെന്ന് പറഞ്ഞിരുന്നാലും, എത്ര വലിയ സ്നേഹവും കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നാലും ആരും അങ്ങനത്തെ ഒരു പ്രവൃത്തി ചെയ്യില്ല. പുരുഷന്റെ കൂടെ ഡ്രസ്സ് മാറുകയും ചെയ്തു ഇഷ്ടം പോലെ അതെനിക്ക് വിശ്വാസമുള്ളവരുടെ കൂടെ. കാരണം ഗോവയിൽ ഞാൻ പോയത്, ഞങ്ങൾ ഇവിടുന്ന് ഒരു 5 ബോയ്സും വേറെ 2 ഗേൾസും ഞാൻ ഇവിടെ ഒരുമിച്ച് പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾ റൂം എടുത്ത് 2 റൂമായിരുന്നു. ഞങ്ങൾ 7 പേരുണ്ടായിരുന്നു. 8 പേരെന്തോ ടോട്ടല് 2 റൂം എടുത്തു, ഷെയർ ചെയ്തു, സ്പ്ലിറ്റ് ചെയ്തു. ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുമിച്ച് കിടന്നത്, ഒരുമിച്ചാണ് ഡ്രസ്സ് മാറുന്നത്. പക്ഷെ എനിക്കത് വിശ്വാസമുള്ള ഇപ്പോഴും ആ സുഹൃത്തുക്കൾ എന്റെ കൂടെ ഉണ്ട്. എനിക്ക് വിശ്വാസമുള്ളവരുടെ കൂടെ എനിക്ക് അങ്ങനെ ഇപ്പൊ നിങ്ങളായാലും എനിക്ക് കുഴപ്പമില്ല, ഞാൻ ഡ്രസ്സ് മാറും. പക്ഷെ അവിടെ തെറ്റായ ചിന്തകൾ നിങ്ങളുടെ മൈൻഡിൽ വന്ന് നിങ്ങളുടെ പെരുമാറ്റത്തിൽ എനിക്ക് എന്തെങ്കിലും വന്നു കഴിഞ്ഞാലാണ് ഞാൻ റിയാക്ട് ചെയ്യുക. അതെനിക്കറിയാൻ പറ്റും. അയ്യോ തെറ്റായിട്ടാണ്, നിന്റെ നോട്ടം ശരിയല്ല, എനിക്ക് തെറ്റായി തോന്നിക്കഴിഞ്ഞാൽ ഞാൻ ചെരുപ്പ് പോരും. അത്രേ ഉള്ളൂ. ആരെന്നെയായാലും നിങ്ങളുടെ കൂട്ടുകാരുടെ മുമ്പിൽ നിന്ന് ഡ്രസ്സ് മാറുന്നു, നിങ്ങൾ ഒരുമിച്ചാണ് കിടക്കുന്നത് എന്നൊക്കെ പറയുന്നു. ഞാൻ അതിനോടൊന്നും ഞാൻ ഒരിക്കലും യോജിക്കില്ല. ചിലപ്പോൾ അടുത്തൊക്കെ കിടക്കാം. ഈ സഹോദരങ്ങളുടെ കൂടെ കിടക്കുന്ന എത്രയോ പേരുണ്ട്, സഹോദരങ്ങൾക്കൊപ്പം കിടക്കുന്നത്, നമ്മൾ കെട്ടിപ്പിടിച്ച സ്നേഹത്തോടെയൊക്കെ കിടക്കാറുണ്ട്. പക്ഷെ അങ്ങനെ അതിന് ഞാൻ ഓക്കെ പറയുന്നുണ്ട്. കാരണം നമ്മൾ കുടുംബമായിട്ട് കൂടുമ്പോൾ എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടുകാരായാലും എൻ്റെ ചേട്ടൻ്റെ അടുത്ത് സഹോദരിമാരും എല്ലാവരും വന്ന് ചേട്ടനെ വന്ന് കെട്ടിപ്പിടിക്കുകയും ചേട്ടൻ്റെ അടുത്ത് കിടക്കുകയൊക്കെ ചെയ്യാറുണ്ട്. അതിനില്ലെന്ന് പറയുന്നില്ല.
ഒരുമിച്ച് കാണുമ്പോഴത്തേക്കും ഭയങ്കര കെട്ടിപ്പിടിയും അടിയും ഇടിയും കടിയും ഒക്കെയാണ്. അപ്പോൾ അതൊക്കെ ഒരു സ്നേഹപ്രകടനങ്ങളൊക്കെയാണ്. അല്ലാതെ അവർ ഡ്രസ്സ് മാറുമ്പോഴും അല്ലെങ്കിൽ ഒരുമിച്ചൊക്കെ ചെയ്യുന്നത് അത് ഒരിക്കലും ആരും ചെയ്യില്ല. ആരും ചെയ്യാത്തൊരു കാര്യമാണ് നിങ്ങൾ പറയുന്നത്. നിങ്ങളെ കൂട്ടുകാരുടെ ഒപ്പം ചെന്ന് ഡ്രസ്സ് മാറുന്ന കാര്യമൊക്കെ പറയുന്നു. അപ്പോൾ നിങ്ങൾക്കത് ചിന്തിക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ നിങ്ങൾ കാണുന്ന കണ്ണിലല്ലല്ലോ മറ്റൊരാൾ കാണുന്നത്. ചിലപ്പോൾ അവർ നിങ്ങളുടെ മുമ്പിൽ നിന്ന് ചിലപ്പോൾ നല്ല പിള്ള ചമഞ്ഞിട്ട് മറ്റൊരാൾ അടുത്ത് ചെല്ലുമ്പോഴത്തേന് അവൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട് എന്ന് പറയില്ല എന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടോന്ന് പറയുന്നു. പക്ഷെ ഒരിക്കലും അത് ഒരു സ്ത്രീയും ചെയ്യില്ല. ഇന്നാണ് ഞാൻ ആ ഒരു വോയിസ് ഞാൻ കേൾക്കുന്നത്. എനിക്ക് അപ്പോൾ കേട്ടപ്പോൾ തന്നെ ഞാൻ പെട്ടെന്ന് ഞാൻ അന്തിച്ചു പോയി. അതൊരിക്കലും ചെയ്യില്ലല്ലോ. അങ്ങനെ നിങ്ങളിൽ നിന്ന് ഞാൻ ഈ ഒരു അവസ്ഥ ഞാൻ പ്രതീക്ഷിച്ചില്ല. കാരണം എനിക്ക് നിങ്ങൾ ആരെന്നോ അല്ലെങ്കിൽ നിങ്ങൾ എന്താണെന്നുള്ള കാര്യം കൃത്യമായിട്ടൊന്നും അറിയില്ല. എനിക്ക് ഇങ്ങനെ റീൽസിൽ കണ്ടുള്ള ഒരു പരിചയവും കാര്യങ്ങളൊക്കെയാണ് എനിക്കുള്ളത്. അല്ലെങ്കിൽ നിങ്ങൾ ഇതിന് മുൻപ് എന്തൊക്കെ പ്രസ്താവനകൾ നടത്തിയിട്ടുണ്ടോ അല്ലെങ്കിൽ നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യം എനിക്കറിയില്ല. പക്ഷേ ഇത് കേട്ടപ്പോഴത്തേക്കും നിങ്ങൾ റീൽസിൽ കൂടെ കണ്ട് പരിചയം, പക്ഷെ നിങ്ങളിൽ നിന്ന് ഈ ഒരു വാക്ക് കേട്ടപ്പോൾ എനിക്കത് ഉൾക്കൊള്ളാനായിട്ട് കഴിഞ്ഞില്ല. ദൈവം ഈ ഒരു തെറ്റായൊരു മെസ്സേജ് നിങ്ങൾ കൊടുക്കരുത്. അതിന് ഈ ജനറേഷൻ ആയാലും ഈ വളർന്നു വരുന്ന ജനറേഷൻ ആയാലും അതൊരു തെറ്റായ ഒരു മെസ്സേജാണ്. ഒരിക്കലും നമ്മൾ ഏത് സ്ത്രീയും അത് എത്ര തന്നെ വൃത്തികെട്ടവരെന്ന് വേണമെങ്കിലും പറഞ്ഞോ, അങ്ങനത്തെ ഒരു സ്ത്രീകൾ പോലും അങ്ങനെ ഡ്രസ്സ് മാറാറില്ല. ഒരു ആണിൻ്റെ മുൻപിൽ നിന്നും അല്ലെങ്കിൽ എത്ര സഹോദരങ്ങളോ അച്ഛനോ അമ്മാവനോ മാമനോ എന്ത് തന്നെ ബന്ധം പറഞ്ഞിരുന്നാലും ആരുടെ മുന്നിൽ നിന്നും ഡ്രസ്സ് മാറില്ല. സ്വന്തം അമ്മയുടെ ഫ്രണ്ടിൽ നിന്ന് ഡ്രസ്സ് മാറില്ലല്ലോ പെൺപിള്ളേർ. പിന്നെയാണോ ഒരു പുരുഷൻ്റെ അടുത്ത് നിന്ന് ഡ്രസ്സ് മാറുന്നത്? ഇങ്ങനെയൊക്കെയുള്ളൊരു തെറ്റായ മെസ്സേജുകൾ ദയവ് ചെയ്ത് നിങ്ങൾ കൊടുക്കാതിരിക്കണം.